ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരസ് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ലിവർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മളുടെ ലിവറും ടൊമാറ്റോ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലിവർ കറിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അത് ലിവർ കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് അതെങ്ങനെയാണ്. ഇവിടെ ഞാൻ 300 ഗ്രാം ലിവർ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 300 ഗ്രാമോളം ലിവറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരെണ്ണം മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുതായതുകൊണ്ട് 2 ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടികളായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 മുതൽ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പോളം നമ്മളുടെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം പാൽ എടുത്തിട്ടുണ്ട്, ഒരു കപ്പോളം. പിന്നെ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനീഗറും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളുടെ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായി ഇളക്കിയെടുക്കാം. കുറച്ചൊന്ന് വഴണ്ടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഞാനപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി അതൊന്ന് ഇളക്കി അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾക്കതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മളുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പൊടികളുണ്ടല്ലോ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. കാരണം നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നതിലും നല്ലത് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് പേസ്റ്റാക്കി എല്ലാം കൂടി യോജിപ്പിച്ച് ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു മണമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ പൊടികൾ കരിഞ്ഞ് പോകത്തുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അപ്പം അതുവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ 1 ടീസ്പൂണോളം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ മസാലയെല്ലാം ഒന്ന് വഴണ്ടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ
ടൊമാറ്റോ എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ 2-ാം പാലും 3-ാം പാലും കൂടി എടുത്ത് വെച്ചിരുന്നല്ലോ, 1 കപ്പ് തേങ്ങാപ്പാൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കരളിൽ വേവിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിന് പകരം ഈ വേവിച്ച വെള്ളമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളുടെ വേവിച്ച് വെച്ച കരള് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ ഉണ്ടല്ലോ, അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഒരു ചെറിയ സ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ ടൊമാറ്റോ ഇട്ടേക്കുന്നതുകൊണ്ട് അത്യാവശ്യം പുളി കാണും. അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് പുളി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു ചെറിയ സ്പൂണോളമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ നന്നായി തിളച്ചൊന്ന് വറ്റി വരട്ടെ. അപ്പം അതുവരെ നമുക്ക് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് വറ്റി വരണം, കുറച്ചൊന്ന് വറ്റി വരണം. അപ്പം ഞാനൊന്നുകൂടെ മൂടിയിട്ടിട്ട് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് 1-ാം പാൽ, അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണ്ട, 1 ടീസ്പൂൺ അല്ല, 1 നുള്ള്, 2 നുള്ള് തേങ്ങാപ്പാലിൽ ഗരം മസാലപ്പൊടി ചേർത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1-ാം പാൽ ചേർത്തുള്ളൂ. ഇനി നമ്മൾക്കത് കൂടുതൽ വേവിക്കരുത്, കാരണം അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് തിളച്ച് വരില്ലേ, ആ ഭാഗമാകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഗ്യാസ് ബന്ദ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതായത് ലിവർ കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.